നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അത്തം നക്ഷത്ര ജാതകരുടെ 46 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള പ്രായ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ശനിദശാകാലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതൊരു ഏകദേശ കണക്കാണ്. ഏകദേശ കണക്കെന്ന് പറയുന്നത് ഏതൊരു അത്തം നക്ഷത്ര ജാതനം ചന്ദ്രദശയിലാണ് ജനിക്കുന്നത്. ചന്ദ്രദശയുടെ പരമാവധി കാലദൈർഘ്യം എന്ന് പറയുന്നത് 10 വർഷമാണ്. ജനന സമയത്തെ ആശ്രയിച്ച് പല അത്തം നക്ഷത്രക്കാർക്ക് 10 വർഷം തന്നെ കിട്ടണമെന്നില്ല. 5 വർഷം കിട്ടാം. ആദ്യത്തെ ദിവസം ചന്ദ്രദശ 2 വർഷം കിട്ടാം, 1 വർഷം കിട്ടാം, 1 മാസം കിട്ടാം, അങ്ങനെയൊക്കെ വ്യത്യാസം വരും. അതുകൊണ്ട് ഇവിടുത്തെ ഒരു വീഡിയോയിലെ കണക്കൂട്ടലിന് വേണ്ടിയിട്ട് നമ്മൾ ചന്ദ്രദശയെ ഏകദേശം 5 വയസ്സ് വരെ എന്നെ ക്രമപ്പെടുത്തുന്നു. തുടർന്ന് 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ചൊവ്വാദശാകാലവും, 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ രാഹുർ ദശാകാലവും, 30 വയസ്സ് മുതൽ 46 വയസ്സ് വരെ വ്യാഴദശാകാലവും, 46 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ശനിദശാകാലവുമാകുന്നു. ഈ ശനിദശാകാലം എന്തൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളായിരിക്കും ഇവർക്ക് സമ്മാനിക്കുക എന്നാണ് നമ്മുടെ പരിശോധിക്കുക. ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏതൊരു അത്തം നക്ഷത്ര ജാതൻ്റെയും ജാതക ഗ്രഹനിലയിൽ ശനീശ്വരൻ്റെ സ്ഥാനം അശുഭസ്ഥാനത്താണോ അതോ അശുഭസ്ഥാനത്താണോ എന്ന് പരിഗണിക്കേണ്ടതും അത്യാവശ്യമാണ്. ശുഭസ്ഥാനത്താണെങ്കിൽ ശുഭഫലങ്ങൾ, അശുഭസ്ഥാനത്താണെങ്കിൽ ശുഭഫലങ്ങൾക്ക് കോട്ടം. ശുഭനായിട്ടുള്ളൊരു ശനിയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ഫലം? അധികാരപ്രാപ്തി ഉണ്ടാകും. ഏതെങ്കിലും തരത്തിലുള്ള അധികാര സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടും. ഇത്തരത്തിലെ പഞ്ചായത്തുകളുടെ മെമ്പർമാരായിട്ടോ സർക്കാരിൻ്റെ ഏതെങ്കിലും കോർപ്പറേഷൻ ബോർഡ് പോലെയുള്ളവയിൽ അംഗമായിട്ടോ എന്തെങ്കിലും തരത്തിലൊരു അധികാര സ്ഥാനം നഗരപിതാക്കന്മാരായിട്ടൊക്കെ വരിക എന്നാണ് പറയുന്നത്. അപ്പം അധികാര സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടും. അതല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള കൂടുതൽ അധികാരപ്രാപ്തിയുള്ള വിഭാഗത്തിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടും. എവിടെയാണെങ്കിലും അധികാരം തന്നെയാണ്. ഇപ്പം തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾക്കും വിജയങ്ങൾക്കും ശനിദശാകാലത്തിലെ ശുഭനായിട്ടുള്ള ശനി കാരണക്കാരനാകുന്നു. വിദേശയാത്ര, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ പൂർത്തീകരിച്ചു വരും. വിദേശത്ത് ഉപരിപഠനാർത്ഥമോ അതല്ലെങ്കിൽ ജോലി സാധ്യതകൾ തേടിയിട്ടോ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹമുള്ളവരെ സംബന്ധിച്ച് അത്തരം ആഗ്രഹങ്ങൾ സബലീകൃതമാക്കി തരും. അതുപോലെ തന്നെ വില കൂടിയ വാഹനങ്ങൾ കരസ്ഥമാക്കി തരും. ആഡംബരാധിക്യമുള്ള വീടുകൾ, ശയ്യാഗൃഹങ്ങൾ, ശയന സ്ഥലങ്ങൾ ലഭ്യമാക്കി തരും. മത്സ്യം, മാംസം, ലഹരി ഇവയെല്ലാം കൂടെ ചേർന്ന തരത്തിലുള്ള ഒരു ഭക്ഷണ മേശ നിങ്ങൾക്കായി തുറന്നു കിട്ടും. അതായത് എല്ലാ തരത്തിലുമുള്ള ആഡംബരാധിക്യം. ഇനി ഏതെങ്കിലും ലൗകിക ഭോഗസൗഖ്യങ്ങളിൽ അമിത താല്പര്യമുള്ളവരാണെങ്കിൽ അത്തരം കാര്യങ്ങളെ രഹസ്യമായി നിവർത്തിക്കാനുള്ള സാധ്യത. ശനീശ്വരൻ അങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ട്. കാരണം ഉപാസകൻ അല്ലെങ്കിൽ ജാതകൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അദ്ദേഹം ശുഭനായിട്ട് വന്നാൽ കൊടുക്കും. അതിനൊരു മടിയും മറയൊന്നുമില്ല. കാരണം അദ്ദേഹം ഈശ്വരീയത്തെ പദവിയിൽ നിൽക്കുന്ന ആളാണ്. വൃദ്ധരുമായിട്ടുള്ള ചങ്ങാത്തവും സൗഹൃദവും ഉണ്ടാകും. അതുവഴി നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. പാരമ്പര്യമായിട്ട് കിട്ടേണ്ടുന്ന വസ്തുക്കളുടെ ലാഭം, തലമുറകളായി കൈമാറി വന്ന ഏതെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കളുടെ ലഭ്യത, ഒട്ടകം, ആട് ഇതുപോലെയുള്ള മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ വസിക്കേണ്ടി വരിക, അവയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ വ്യാപാര വിപണനം കൊണ്ടുള്ള ലാഭങ്ങൾ, പാറ ഖനന മേഖലയുമായി ബന്ധപ്പെട്ടുള്ള നേട്ടങ്ങൾ. ചുരുക്കത്തിൽ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും നമുക്കത് നേടി വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. അതാണ് ശുഭനായിട്ട് നിൽക്കുന്ന ശനിയുടെ കാലത്തിൽ വരുന്ന ഫലങ്ങൾ. എന്നാൽ ശനി അശുഭനാണെന്ന് കരുതുക, എന്തായിരിക്കും ഫലം? പ്രത്യേകിച്ച് ഉള്ള ഫലം പറഞ്ഞാൽ അലസത വരും. ഒരു പണിക്കും പോകത്തില്ല. ഒന്നെങ്കിൽ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ മദ്യപിച്ചുകൊണ്ടിരിക്കും, അതല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള അലസത, അകാല വാർദ്ധക്യം ബാധിച്ചവരെ പോലെയുള്ള പ്രകടനം, കടബാധ്യതകൾക്ക് മേൽ കടബാധ്യതകൾ വന്നുകൂടിക്കൊണ്ടേയിരിക്കും. തൊഴിലിൽ നിന്നും പുറത്താകാതിരുന്ന ഭാഗ്യം,
തൊഴിൽ തേടി നടന്നാലും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള തൊഴിൽ സാധ്യത കിട്ടാനുള്ള ബുദ്ധിമുട്ട്, കിട്ടിയാൽ തന്നെ അവിടെ പിടിച്ചു നിൽക്കാനുള്ള ബുദ്ധിമുട്ട്, കടബാധ്യതയുള്ളത് വർദ്ധിക്കുന്നതല്ലാതെ ഒരു പൈസ പോലും കടം വീടാൻ പറ്റുന്നില്ല. വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മറിഞ്ഞു വീഴുകയോ ഇടിക്കുകയോ ചതയുകയോ ഒക്കെ ചെയ്ത് ഒടിവുകയോ ചതവുപോലെ വേറൊരു ഭാഗത്ത് ഞരമ്പ് സംബന്ധമായിട്ട് ഉള്ള വൈകല്യങ്ങൾക്ക് പുറമെ അസ്ഥി സംബന്ധമായിട്ടുള്ള ഒടിവ് ചതവുകൾ, ഇതിൻ്റെ ഇടയ്ക്കും ചില വീക്ക്നെസ്സുകൾ വരും. വൃദ്ധർ, തന്നിൽ കൂടുതൽ പ്രായമുള്ളവരുമായിട്ടുള്ള അവിഹിതം എന്നാണ് പറയുക. വൃദ്ധ സ്ത്രീ രഥി, സ്ത്രീകൾ മാത്രമല്ല, വാർദ്ധക്യമുള്ള പുരുഷന്മാരുമായിട്ട് സ്ത്രീകൾക്കും ആകാം, വാർദ്ധക്യമുള്ള സ്ത്രീകളുമായിട്ട് പുരുഷന്മാർക്കും ആകാം. ഇതും ഇതിനിടയ്ക്ക് വരും. കമ്പിളി, പുതപ്പ് തുടങ്ങിയിട്ടുള്ള വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിപണനം, അല്ലെങ്കിൽ അത് കൂടുതൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കലഹം വരിക. ഇനി വിദേശത്തേക്ക് പോവുക, കാട്ടിലുള്ള കടമെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് വിദേശത്ത് പോവാം. വിദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കില്ല. അവിടെ ഒരു 5 മാസം 6 മാസം കഴിഞ്ഞ് പോയി വന്ന് തിരിച്ചു പോരും. അത് എവിടെ ചെന്നാലും എന്ത് ചെയ്താലും ഒന്നും ക്ലച്ച് പിടിക്കാത്തൊരവസ്ഥ. കാരണം എന്താണ്? അവരുടെ മാനസികമായിട്ടുള്ള ചിന്താഗതികൾ ഒരു വിഷയത്തിൽ കൊണ്ടുള്ള അല്ല, പല പല വിഷയങ്ങൾ. ദാരിദ്ര്യം വന്നു അല്ലെങ്കിൽ കഷ്ടപ്പാട് വന്നു കഴിഞ്ഞാൽ അവരെ കഷ്ടപ്പാട് വന്നു എന്ന് ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. ആ കഷ്ടപ്പാടിൽ നിന്ന് എങ്ങനെ കരകയറണമെന്നല്ല അവരുടെ ആഗ്രഹം. വളരെ പെട്ടെന്ന് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു പോകാനുള്ള വഴികളാണ് തേടുന്നത്. അവിടെയാണ് പിഴയ്ക്കുന്നത്. കാരണം എവിടെ പിഴിക്കണം? ഒരു ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ ക്രമേണ ആ ദാരിദ്ര്യത്തിൽ നിന്ന് സ്ഥിരമായിട്ടുള്ള ഐശ്വര്യത്തിലേക്ക് പോകാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് അതിനുവേണ്ടി പണിയെടുത്ത് പരിശ്രമിച്ച് ആ മേഖലയിൽ എത്താൻ ശ്രമിക്കാതെ ഇന്നലെ നഷ്ടപ്പെട്ട സൗഭാഗ്യം ഇന്ന് തിരികെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതിനേത് വഴികളിലൂടെ സഞ്ചരിക്കാൻ തോന്നും. പക്ഷെ ആ വഴികളിലൂടെയെല്ലാം സഞ്ചരിച്ച് എന്ന് നിൽക്കുന്നത് നീതിപീഠത്തിന് മുമ്പിലായിരിക്കും, നിയമത്തിന് മുമ്പിലായിരിക്കും. ഇന്നത്തെ കാര്യം പറയാനില്ല. ഇപ്പോൾ ശനിദശാകാലം മോശമാണെങ്കിൽ എന്താ പറയുക, ഭിക്ഷക്കാരന് തുല്യനായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തപ്പെടും. ആവശ്യമില്ലാതെയുള്ള ദുർചിന്തകൾ ബാധിക്കും. ഈ ചിന്തകളെല്ലാം കൊണ്ട് നമുക്ക് ഇരിക്കപ്പുറത്തില്ലാത്ത അവസ്ഥ ഉണ്ടാകും. അതെല്ലാം മനസ്സിലാക്കി മദ്യപാനം ഒഴിവാക്കി, ധൂർത്ത് ഒഴിവാക്കി, ചീട്ടുകളി ഒഴിവാക്കി, കുതിരപ്പന്തി ഒഴിവാക്കി, റമ്മി കളി ഒഴിവാക്കിയൊക്കെ മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് ശനിദശാകാലം. ശനി ശുഭനാണെങ്കിലും അശുഭനാണെങ്കിലും ശനിക്ക് ഏറ്റവും കൂടുതൽ വിരോധമുള്ളത് മദ്യപിക്കുന്നവരെയും ചൂത് കളിക്കുന്നവരെയും പിന്നെ മറ്റുള്ള ആവശ്യമില്ലാത്ത ഇടപാടിൽ പോകുന്നവരെയാണ്. കാരണം ശനീശ്വരനെ സംബന്ധിച്ച് നീതിമാൻ എന്നാണ് പറയുക. നീതിമാനായിട്ടുള്ള ഒരു ഗ്രഹം നമ്മളെ സ്വാധീനിക്കുമ്പോൾ നീതി വിട്ടുള്ള ഒരു കാര്യത്തിന് അദ്ദേഹം സപ്പോർട്ട് ചെയ്യില്ല. ആ തിരിച്ചറിവോടുകൂടെ ശനിദശയെ നമ്മൾ മനസ്സിലാക്കിയാൽ ശനിദശാകാലം സുഖകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതാണ് നമുക്ക് ഈ വിഷയത്തിൽ ചുരുക്കി പറയാനുള്ള കാര്യം. വിശദമായിട്ടുള്ള വിപുലീകരണമായിട്ടുള്ള വീഡിയോ പുറകെ വരുന്നുണ്ട്. ശനിദശാകാലത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും. ശനിദോഷത്തിനുള്ള പരിഹാരം ഒറ്റ കാര്യമുള്ളൂ. ശനിയാഴ്ച ദിവസങ്ങളിൽ നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, നീല നിറത്തിലുള്ള പൊട്ട് ധരിക്കുക, നീല നിറത്തിലുള്ള കമ്മൽ ധരിക്കുക, നീല നിറത്തിലുള്ള ആടയാഭരണങ്ങൾ ധരിക്കുക, കാക്കയ്ക്ക് എള്ളും തൈരും കലർത്തി ചോറ് കൊടുക്കുക, ശാസ്താവിന് അല്ലെങ്കിൽ ശിവനൻ അസ്തമയ ശേഷം നീരാജനം സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക. ഇതാണ് ചെയ്യാനുള്ള അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന പരിഹാരം. ഇത് ചെയ്ത് പ്രാർത്ഥിക്കാൻ മർദ്ദമായിട്ടുള്ള പ്രാർത്ഥന വരിക. അതിലുപരി ശനീശ്വരനെ ശനിപ്രതിക്കേണ്ട പ്രാർത്ഥനയേക്കാൾ കൂടുതലായിട്ട് പറയുന്നത് നല്ല നടപ്പെന്നാണ്. അതാണ് എൻ്റെ വാചകം. ശനിദോഷം തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല നടപ്പ് ചെയ്യുക. അതായത് നേരത്തെ പറഞ്ഞ പോലെ മദ്യപിക്കാതിരിക്കുക, ചീട്ട് കളിക്കാതിരിക്കുക, കുതിരപ്പന്തയം പോലുള്ള പരിപാടിക്ക് പോകാതിരിക്കുക, ഷെയർ മാർക്കറ്റ് പോലുള്ള ഒരു കാശിട്ട് കളയാതിരിക്കുക, ഗമ്യം കണ്ടവരുടെ പുറകെ നിമിഷ നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് അലയാതിരിക്കുക, മറ്റുള്ളവൻ്റെ മുതൽ ആഗ്രഹിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ഉള്ളൊരു ദോഷ ചിന്തകൾ അകറ്റി സൽചിന്തയിലൂടെ പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ശനി ഉണ്ടാക്കത്തില്ല. ആ തിരിച്ചറിവോട് മുന്നോട്ട് പോകുന്നത് ശനിദശാകാലം ഗുണകരമായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്. ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇതിനെക്കുറിച്ചും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ വരും വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നതാണ്. ഇത്തരം വിഷയങ്ങൾ താല്പര്യമുള്ളവർ ചാനലെ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഇടുന്ന വീഡിയോകൾ കാണാൻ സാധിക്കും. പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ചില ചെറിയ സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞ് പലരും കമൻ്റ് ഇടാറുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ നൽകാം.
88115644 92 88 11 56 44 എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ മെസ്സേജ് അയച്ചാൽ ഞങ്ങൾ സമയം പോലെ അത് നോക്കി മറുപടി നൽകുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണാം. നന്ദി, നമസ്കാരം.